വാടകക്കരാർ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കേരള സർക്കാർ ഇപ്പോൾ ഈ സ്റ്റാമ്പ് നയം കൊണ്ടുവന്നതായിട്ട് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് വാടക കരാർ നമ്മൾ അതിൽ ഏത് പർപ്പസിലാണ് വെക്കേണ്ടത് എന്നുള്ളത്. നോർമലി നമുക്ക് വാടക കരാർ പർപ്പസ് നമ്പർ 6-ലും 17-ലുമാണ് വെക്കുന്നത്. 200 രൂപയുടെ മുദ്രപത്രമാണ് നമുക്ക് വാടക കരാറിനായിട്ട് വേണ്ടത് എന്നുണ്ടെങ്കിൽ 6-ാം നമ്പർ പർപ്പസിലായിരിക്കും നമ്മൾ കൊടുക്കുക. അതിന് താഴെയോ അതിന് മുകളിലോ ഉള്ള എത്ര രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ആയാലും നമുക്ക് 17-ാം നമ്പർ പർപ്പസിലായിരിക്കും വെക്കേണ്ടത്. നമ്മൾ വാടക കരാർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടി, അതായത് ഉടമയുടെയും എടുക്കുന്ന ആളുടെയും അഡ്രസ്സ്, എനിക്ക് ആധാറിലെ അഡ്രസ്സ് തന്നെ ഫുള്ളായിട്ട് കൊടുക്കുക. ആധാർ നമ്പറും പറ്റുവാണെങ്കിൽ നമുക്ക് ഫോൺ നമ്പറും അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന ഡേറ്റ്. എന്ന് മുതൽ എന്ന് വരെയാണ് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് വാടക കരാറിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. നോർമലി രജിസ്റ്റർ ചെയ്യാത്ത വാടക കരാറുകൾ 11 മാസത്തേക്കാണ് എഴുതാറ്. അപ്പോൾ ആ ഒരു ഡേറ്റ് നമ്മൾ കറക്റ്റായിട്ട് ഈ വാടക കരാറിൽ മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ താമസിക്കാൻ പോകുന്ന ആ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് വീട് ഏത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ ആ ഒരു ഡീറ്റെയിൽ, അതേപോലെ തന്നെ വീടിരിക്കുന്ന വാർഡ്, കെട്ടിട നമ്പർ, ഇതിൻ്റെ അപ്സ്റ്റെയർ ഡൗൺ സ്റ്റെയർ, നമ്മൾ എന്ത് ആവശ്യത്തിനാണ് ഇത് എടുക്കുന്നത്, താമസിക്കുന്നതിൻ്റെ ആവശ്യമാണോ അതെന്തെങ്കിലും ഓഫീസ് പർപ്പസ് ആണോ, ഇപ്പോൾ താമസിക്കാനാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണോ അതോ കുടുംബസമേതമാണോ, ഈ ഡീറ്റെയിൽസുകളെല്ലാം നമ്മുടെ വാടക കരാറിൽ ഉൾപ്പെടുത്തുക. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വാടക എത്രയാണ്, ഡെപ്പോസിറ്റ് എത്രയാണ്, പിന്നെ ഇത് കൊടുക്കുന്ന ഡേറ്റ് അതും നമ്മൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യണം. പിന്നെ നമ്മളിത് എങ്ങനെയാണ് കൊടുക്കുന്നത്, ബൈ ക്യാഷ് ആണോ ബൈ അക്കൗണ്ട് ആണോ, അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് നമ്പറും അക്കൗണ്ട് ഡീറ്റെയിൽസും നമ്മൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യം. കൊടുത്ത സെക്യൂരിറ്റി എമൗണ്ട് എങ്ങനെയാണ് റീഫണ്ട് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞിരിക്കണം. കാരണം ചിലപ്പോൾ 11 മാസത്തിന് മുന്നേ വീട് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ അതിനൊരു കോമ്പൻസേഷൻ ഓണർക്ക് കൊടുക്കേണ്ടതുണ്ടായിരിക്കും. അതേപോലെ ചിലപ്പോൾ നമ്മുടെ റെൻറ്റ് ഡ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഈ അഡ്വാൻസിൽ നിന്ന് ഓണർ കുറയ്ക്കും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വാടകയ്ക്ക് എന്തെങ്കിലും മുടക്കം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തുടർ നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. ഈ കെട്ടിടത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് പ്രത്യേകം വഴിയുണ്ടെങ്കിൽ അത് നമ്മൾ പറയണം. അതേപോലെ കിണറുണ്ടെങ്കിൽ ആ കിണർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, പിന്നെ അവിടുത്തെ കറണ്ട്, അതേപോലെ വെള്ളം, ഇതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് ആരാണ് കൊടുക്കുന്നത്, അതേപോലെ നമ്മുടെ ഈ ആ ബിൽഡിങ്ങിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ആരാണ് വഹിക്കേണ്ടത്, അതൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തായാലും മെൻഷൻ ചെയ്തിരിക്കും. അതേപോലെ നമുക്ക് അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യവും നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ ചില കെട്ടിടങ്ങൾ ഫർണിഷ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ ഫർണിച്ചേഴ്സ് എന്തൊക്കെയാണ്, ലൈറ്റോ ഫാനോ എന്ത് കാര്യമാണെങ്കിലും അത് എത്ര എണ്ണം ഉണ്ട്, അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. അതേപോലെ ഇതിൻ്റെ കണ്ടീഷൻ നിങ്ങൾ രണ്ടുപേരും കണ്ട് ബോധ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ ഒരു അനെക്സ്റ്റർ ലിസ്റ്റ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഈ എടുക്കുന്ന വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ള കേസ് നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതണം. അതേപോലെ നമ്മൾ അവിടെയുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് ഏത് രീതിയിലാണ്, ആളുകൾ വന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് പേയ്മെൻറ്റ് നമ്മൾ എത്രയാണ് കൊടുക്കേണ്ടത്, എന്താണോ ക്ലോസ് അത് നമ്മൾ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കും. പിന്നെ ചില കേസുകളിൽ നമ്മുടെ ഉടമസ്ഥൻ നാട്ടിലുണ്ടാവില്ല, ഒരു പവർ ഓഫ് അറ്റോർണി മാത്രമായിരിക്കാം ചിലപ്പോൾ നാട്ടിലുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ഉടമസ്ഥനല്ല, പവർ ഓഫ് അറ്റോർണി ആണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിയായിട്ട് ഒപ്പിടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കണം. അതേപോലെ തന്നെ പവർ ഓഫ് അറ്റോർണിയുടെ ഒരു കോപ്പി നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കും. ഇത്രയൊക്കെയാണ് നമ്മുടെ നോർമൽ വാടക കരാറിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. ചില കെട്ടിട ഉടമകൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ അധികം പോയിന്റ്സുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ ഈ വാടക കരാറിൻ്റെ ഉള്ളിൽ എഴുതി അത് ഡോക്യുമെൻ്റ് ആക്കേണ്ട ആവശ്യമുണ്ട്. അതൊരിക്കലും വാക്കാൽ മാത്രം പറയുന്ന ഒന്നായിരിക്കരുത്. അതേപോലെ നമ്മുടെ ഈ വാടക കരാർ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി നമ്മൾ ഫസ്റ്റ് എടുക്കുക. എന്നിട്ട് ഈ ഒറിജിനലിലും കോപ്പിയിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ പേജിലും ഒപ്പിടുക. കാരണം ഒരിക്കലും ഒറിജിനലിൽ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നതിന് പകരം ആ കോപ്പിയിൽ നമ്മൾ സെപ്പറേറ്റ് ഒപ്പിടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ വാലിഡിറ്റി ഉള്ള ഒരു ഡോക്യുമെൻറ്റ്. അതേപോലെ നമ്മൾ 2 വിറ്റ്നസിനെയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. 2 പേരുടെയും സൈഡിൽ നിന്ന്, അതായത് ഫസ്റ്റ് പാർട്ടിയുടെയും സെക്കൻഡ് പാർട്ടിയുടെയും സൈഡിൽ നിന്ന് ഓരോരുത്തരായിരിക്കാം വിറ്റ്നസ് ആയിരിക്കേണ്ടത്. അപ്പോൾ വിറ്റ്നസിൻ്റെ പേര്, അഡ്രസ്സ്, സൈൻ, അങ്ങനെ വേണം വിറ്റ്നസിൻ്റെ ഡീറ്റെയിൽസിൽ നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ ഈ വാടക കരാർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഉള്ളതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ മാക്സിമം പോയിന്റ്സ് ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദയവ് ഇത് കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക. എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക. താങ്ക്